ക്ഷമിക്കുക എന്നത് വലിയൊരു കഴിവ് തന്നെയാണ്. ശിശിരത്തിനു ശേഷം വസന്തം വരിക തന്നെ ചെയ്യും. നിങ്ങളെ വിഷമിപ്പിക്കുന്നത് എന്തായാലും അത് ലോകത്തിന്റെ ഏതൊരു മൂലയിൽ ആണെങ്കിലും ഏഴാകാശത്തിന് അപ്പുറത്താണ് എങ്കിൽ പോലും ക്ഷമയോടെ നിങ്ങൾക്ക് കാത്തിരുന്നാൽ അതിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. അത് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ആ പ്രശ്നം ദൈവത്തിന്റെ പരീക്ഷണമായി കാണുക. ആ ദൈവം തന്നെ കുറച്ചു കഴിഞ്ഞാൽ പരീക്ഷണങ്ങൾ നിർത്തി ചിരിപ്പിക്കുകയും ചെയ്യും. ക്ഷമിക്കുന്നവരുടെ കൂടെ പടച്ചവൻ ഉണ്ട്. പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ഒരു ആത്മാവിനും താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ പരീക്ഷണങ്ങൾ നാം നൽകില്ല എന്ന്. അപ്പോൾ ഓരോ പ്രശ്നവും നമുക്ക് വരുമ്പോൾ ഇതെനിക്ക് താങ്ങാനുള്ള കഴിവുണ്ടായതുകൊണ്ടാണ് എൻ്റെ റബ്ബ് എനിക്ക് തന്നത് എന്ന് വിശ്വസിക്കുക. ഞാൻ ശക്തൻ ആണെന്നും എനിക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള പ്രാപ്തി ഉണ്ടെന്നും വിശ്വസിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ആ റബ്ബ് തന്നെ പരിഹരിക്കും എന്ന് വിശ്വസിക്കുക. പിന്നീട് ഒരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടിമകളിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും നൽകുക എന്നത്. അങ്ങനെയാവുമ്പോൾ ആ പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന നിങ്ങൾ ആയിരിക്കും ആ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവർ. നിങ്ങൾ പ്രിയപ്പെട്ടവർ ആണെങ്കിൽ, നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അത് നിങ്ങളിലേക്ക് വരാതെ എങ്ങോട്ട് പോകാൻ? ആ വിജയം നിങ്ങളിലേക്ക് എത്താനായി കുതിക്കുന്നുണ്ട്. പ്രതീക്ഷയോടെ, ക്ഷമയോടെ, പരിശ്രമത്തോടെ കാത്തിരിക്കുക. ഇന്ന് പക്ഷേ ക്ഷമയുടെയും പ്രതീക്ഷയുടെയും കാത്തിരിപ്പുകൾ മനുഷ്യർക്ക് കൈമോശം വന്നിരിക്കുന്നു. പെട്ടെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ എല്ലാം തനിക്ക് കിട്ടണമെന്നുള്ള ഒരു ത്വര ആണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. നിങ്ങൾ കാത്തിരിക്കൂ, നിങ്ങൾക്കുള്ളത് വഴിയേ വരും.